ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് വർഷങ്ങളായിട്ട് കാർ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി അല്ല ഞാൻ. എനിക്കും തെറ്റുപറ്റുന്ന സമയങ്ങൾ ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് ഞാൻ പഠിച്ച മെത്തേഡ്സ് അല്ലെങ്കിൽ ട്രിക്സ് അതൊക്കെ ബാക്കിയുള്ളവർക്ക് ഉപയോഗം ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാറ് പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങുന്നവരോട്, കാറ് എന്നല്ല എന്ത് വണ്ടിയും പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങുന്നവരോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളൊരു ട്രിക്ക് എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു സിറ്റുവേഷനിലും പാനിക് ആകാതിരിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എൻ്റെ കാറ് 2016 മോഡൽ ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റൺ സ്പോർട്സ് മോഡലാണ്. ഞാൻ ലൈസൻസ് കിട്ടിയതിന് ശേഷം ആദ്യമായിട്ട് ഓടിക്കുന്ന കാറും ഇത് തന്നെയാണ്. ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങണമല്ലോ. നമുക്ക് കാറിൻ്റെ കൺട്രോൾസിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം കാർ ഓടിക്കുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ അതിൻ്റെ കൺട്രോൾസും എല്ലാം ഒന്നും അല്ലെങ്കിലും ഓൾമോസ്റ്റ് ബേസിക്സ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ കാണുന്നതാണ് വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇതിൽ ഈ ഇടതുവശത്തായിട്ട് കൊടുത്തേക്കുന്നതാണ് RPM, എഞ്ചിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ റെവല്യൂഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് RPM, റൊട്ടേഷൻ അല്ലെങ്കിൽ റെവല്യൂഷൻ പെർ മിനിറ്റ്. ഈ നടുക്ക് കാണുന്നത് സ്പീഡോമീറ്റർ. നമ്മുടെ വണ്ടി എത്രത്തോളം സ്പീഡിലാണ് പോകുന്നത് എന്നുള്ളത് ഇത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ മുകളിൽ വലതുഭാഗത്തായിട്ട് കാണുന്നത് എഞ്ചിൻ്റെ കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ അറിയാൻ പറ്റുന്ന ഗേജാണ്. അത് C എന്ന് പറയുന്നത് കൂള്, അതിൻ്റെ മാക്സിമം മിനിമം ആണ് ആ കൊടുത്തേക്കുന്നത്. ഈ താഴെ കൊടുത്തേക്കുന്നത് ഫ്യൂവൽ ഗേജ്. അത് വണ്ടിയിൽ എത്രത്തോളം എണ്ണയുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുന്നതാണ് ഈ ഫ്യൂവൽ ഗേജ്. നിങ്ങളുടെ വണ്ടിയിൽ ഇങ്ങനത്തെ ഒരു സിഗ്നൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എണ്ണ തീരാറായി, അത് റീഫില്ല് ചെയ്യാമെന്നാണ് അതിനർത്ഥം. വണ്ടി കൺട്രോൾ ചെയ്യാനുള്ള 3 പെഡലാണ് ഈ കാണുന്നത്. ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും ഇടതുവശത്തായിട്ട് കാണുന്നതാണ് ക്ലച്ച്, നടുക്കിരിക്കുന്നത് ബ്രേക്ക്, ഏറ്റവും വലതുവശത്തിരിക്കുന്നത് ആക്സിലേറ്റർ. ഇതിൽ കാല് വെക്കുന്നതിനൊരു രീതിയുണ്ട്. നമുക്ക് ക്ലച്ച് ചവിട്ടുമ്പോൾ എപ്പോഴും കാല് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് ക്ലച്ച് ചവിട്ടുമ്പോൾ എപ്പോഴും കംപ്ലീറ്റ് ആയിട്ടും ചവിട്ടുക. അതുപോലെ തന്നെയാണ് ബ്രേക്കിന് നമ്മൾ കാല് യൂസ് ചെയ്യേണ്ടത്. ആ കാലും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചാണ് ബ്രേക്ക് ചവിട്ടേണ്ടത്. ഇനി ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ ഈ ബ്രേക്ക് ഇരിക്കുന്ന കാല് അങ്ങനെ തന്നെ വെച്ചിട്ട് വിരലിരിക്കുന്ന ഭാഗം മാത്രം ആക്സിലേറ്ററിൽ കൊണ്ടുപോവുക. ഒരിക്കലും നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത് പോലെ കാല് കംപ്ലീറ്റ് ആയിട്ടും ആക്സിലേറ്റർ വെക്കാൻ പാടില്ല. നമ്മുടെ വിരൽ മാത്രമാണ് ആക്സിലേഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കാറിൽ കയറുന്ന ഫസ്റ്റ് ചെയ്യേണ്ടത് സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓരോരുത്തരുടെയും ഹൈറ്റ് അനുസരിച്ച് ഇതിന് വ്യത്യാസം വരും. ചിലർക്ക് ഇച്ചിരി പിന്നാലെ ഇരുന്നാലും കുഴപ്പമില്ല, ചിലർക്ക് കുറച്ച് മുന്നോട്ടിരിക്കേണ്ടി വരും. ഒരിക്കലും സ്റ്റിയറിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് ഇരിക്കരുത്. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ടും ചവിട്ടാൻ പറ്റുന്ന രീതിക്ക് വേണം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. ഈ കീ വെച്ച് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ 3 ലോക്കാണുള്ളത്. ഇതിൽ ആദ്യത്തേത് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് വലത്തേക്ക് തിരിക്കുമ്പോൾ നമ്മുടെ മ്യൂസിക് സിസ്റ്റം ഓണാവും. ഇനി ഒന്നുകൂടി തിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അതുപോലെ വാർണിംഗ് സിമ്പിൾസ് എല്ലാം ഓണാവും. 3ാമത്തെ വട്ടം തിരിക്കുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത്. ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ വണ്ടി ഓൺ ആക്കാവൂ. നമ്മളൊരു ഉറക്കം കഴിയുമ്പോൾ ഫസ്റ്റ് എണീക്കുന്നത് എങ്ങനെയാണ്? ചാടി പിടിച്ച് എണീറ്റ് ഓടത്തില്ലല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യവും നമ്മുടെ മൈൻഡ് സെറ്റായി ബോധം തെളിഞ്ഞ് എണീക്കുന്നത് പോലെ തന്നെയാണ് ഇതിനൊന്ന് സെറ്റാവാനുള്ള ടൈം എപ്പോഴും കൊടുക്കുക. വണ്ടി സ്റ്റാർട്ടാക്കുന്നതിന് മുന്നേ ഓൺ ആക്കി കഴിയുമ്പോൾ ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ കുറേ സിമ്പിൾസ് കാണിക്കും. കാറ് സ്റ്റാർട്ടായതിനും ശേഷവും ഇതുപോലത്തെ സിമ്പിൾസ് കാണിക്കുകയാണെങ്കിൽ അത് വാർണിംഗ് ആണ്, അത് കണ്ടില്ല എന്ന് വെക്കരുത്. വണ്ടി സ്റ്റാർട്ടായതിന് ശേഷവും കാണിക്കുന്ന ഈ സിമ്പിള് ഡോർ ഓപ്പൺ സിമ്പിളാണ്. പിന്നെ ഇപ്പുറത്ത് മുകളിലായിട്ട് കാണുന്നത് ഒന്ന് സീറ്റ് ബെൽറ്റും പിന്നെ ഒന്ന് ഹാൻഡ് ബ്രേക്കുമാണ്. ഇത് 3 ഒഴിച്ച് വേറെ ഏത് സിമ്പിൾ കണ്ടാലും അത് ശ്രദ്ധിക്കുക. ഇതാണ് ഗിയർ നോബ്. ഇതിൽ ഓരോ ഗിയറും എവിടേക്കാണ് ഇരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഹാൻഡ് ബ്രേക്ക്. ഞാൻ ഒരുപാടിട്ട് വലിച്ചു നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.